ആചാരപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി ഏറെ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയുമാണ് മലയിറങ്ങുന്നതെന്ന് അമ്പലപ്പുഴ സംഘത്തിന്റെ സമൂഹ പേരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ള. അമ്പലപ്പുഴയിൽ നിന്നും പുറപ്പെട്ടതു മുതൽ ഭഗവാന്റെ സാന്നിധ്യം ദൃശ്യമായിരുന്നു. അടുത്ത വർഷം പൂർവാധികം ഭംഗിയോടെ എത്താൻ കഴിയണേയെന്ന് സ്വാമി അയ്യപ്പനോട് പ്രാർത്ഥിച്ചാണ് പടിയിറക്കമെന്നും സമൂഹ പേരിയോൻ ജനം ടിവിയോട് പറഞ്ഞു. ശബരിമല സന്നിധാനത്തെത്തി ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി അമ്പലപ്പുഴ സംഘം ഇപ്പോൾ മലയിറങ്ങുകയാണ്. സമൂഹ പെരിയോൻ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. അങ്ങ് യാത്ര തുടങ്ങിയ ആ നിമിഷം മുതൽ ഇന്നേ വരെ ഭഗവാന്റെ ഒരു വലിയ സാന്നിധ്യം, ആ ഒരു സാന്നിധ്യത്തിൽ പൂർണ്ണ സംതൃപ്തിയോടെയല്ലേ മലയിറങ്ങും? തീർച്ചയായിട്ടും. അതായത് ജനുവരി 5-ാം തീയതി അമ്പലപ്പുഴയിൽ എല്ലാ ഭക്തജനങ്ങളും കെട്ടുനിറച്ച് 6-ാം തീയതി രാവിലെ രഥഘോഷയാത്രയായി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്നും തിരിച്ച രഥഘോഷയാത്ര 6-ാം തീയതി അമ്പലപ്പുഴയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും ദർശിച്ച് അമ്പലപ്പുഴ, കാക്കാഴം, നേർക്കുന്നം വരെയുള്ള എല്ലാ ക്ഷേത്രങ്ങളും സന്ദർശിച്ച് തിരികെ അമ്പലപ്പുഴയിലെത്തി തകഴി ക്ഷേത്രത്തിലാണ് അന്ന് ക്യാമ്പ് ചെയ്തത്. അമ്പലപ്പുഴയിൽ നിന്നും രഥഘോഷയാത്ര ആരംഭിച്ചിടം മുതൽ ഭഗവാന്റെ അനുഗ്രഹം തൂകിക്കൊണ്ട് കൃഷ്ണപരന്ത് ഞങ്ങളെ അനുഗമിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം തകഴിയിൽ നിന്നും യാത്ര തിരിച്ച് ആനപ്രാമ്പാൽ, ചക്കുളത്തുകാവ്, തിരുവല്ലഭ ക്ഷേത്രം തുടങ്ങി ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ച് രാത്രി 12 മണിയോടുകൂടി കവിയൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. കവിയൂർ ക്ഷേത്രത്തിൽ നിന്ന് അടുത്ത ദിവസം പുറപ്പെട്ട് മല്ലപ്പള്ളി, ആനിക്കാട്, വായ്പൂര്, കീഴ്വായ്പൂര് തുടങ്ങിയ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ച് അന്ന് മണിമലക്കാവിലെത്തി അവിടെ ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഞങ്ങളവിടെ അന്ന് ക്യാമ്പ് ചെയ്തു. 10-ാം തീയതി ഈ വർഷത്തെ ആദ്യത്തെ ആചാരപരമായിട്ടുള്ള ചടങ്ങുകളുടെ തുടക്കത്തിൽ ഞങ്ങളുടെ ആഴിപൂജ വളരെ ഗംഭീരമായിട്ട്, വളരെ ഭംഗിയായിട്ട്, ഈ സന്ദർഭങ്ങളിലെല്ലാം ഭഗവാന്റെ സാന്നിധ്യം, അയ്യപ്പൻ്റെ മാതൃസ്ഥാനത്ത് നിന്ന് കൃഷ്ണപരന്തിൻ്റെയും അമ്പടിയോടുകൂടി എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് സന്തോഷത്തോടു കൂടി എല്ലാവർക്കും അത് കഴിച്ചു കൂട്ടാൻ സാധിച്ചു. അടുത്ത ദിവസം അവിടെ നിന്ന് മണിമലയിൽ നിന്ന് പുറപ്പെട്ട് എരുമേലിൽ എത്തിച്ചേർന്നു. എരുമേലിൽ ഭക്തിനിർഭരമായിട്ടുള്ള സ്വീകരണമാണ് വാവരുടെ പള്ളിയിലും അതുപോലെ തന്നെ എരുമേലി വലിയ അമ്പലത്തിലും ഞങ്ങൾക്ക് കിട്ടിയത്. 11-ാം തീയതി എരുമേലിലെ പേട്ടതുള്ളൽ രാവിലെ 8 മണിക്ക് പടിക്കലോടുകൂടി ആരംഭിച്ചു. കൃത്യം 11:30 മണിയായപ്പോൾ ഗരുഡവാഹനം പ്രത്യക്ഷപ്പെടുകയും 12 മണിക്ക് തന്നെ പേട്ട കെട്ട് ആരംഭിക്കുകയും ചെയ്തു. ഭക്തജനങ്ങളുടെ എല്ലാം ആഘോഷത്തിൽ ആനന്ദത്തിൽ ആറാടിച്ചുകൊണ്ട് ഭഗവാൻ ഞങ്ങളുടെ ഈ പേട്ടയെ അനുഗമിച്ച് വലിയമ്പലം വരെയും പല പ്രാവശ്യം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. വലിയമ്പലത്തിൽ പേട്ട ഇറക്കി എഴുന്നള്ളിക്കണം വരെയും ഈ ഭഗവാന്റെ സാന്നിധ്യം കൃപ ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ഭക്തിപൂർവ്വം മാത്രമേ സ്മരിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ നിന്ന് ഞങ്ങൾ പമ്പയിലെത്തി പമ്പ സ്നാനവും തർപ്പണവും എല്ലാം കഴിഞ്ഞ് പമ്പ സദ്യയെല്ലാം നടത്തി 13-ാം തീയതി വൈകുന്നേരം പമ്പയിൽ നിന്ന് മല കയറി മരക്കൂട്ടത്തിലെത്തിയ ഞങ്ങൾക്ക് വളരെ ഭക്തിനിർഭരമായ സ്വീകരണം നൽകിക്കൊണ്ട് പോലീസുകാരുടെ എല്ലാം വളരെ സ്നേഹനിർഭരമായിട്ടുള്ള ഒരു ഇതാണ് ഞങ്ങൾക്കുണ്ടായത്. മരക്കൂട്ടത്തിൽ നിന്നും പോലീസ് എസ്കോർട്ടോടുകൂടി തന്നെ ഞങ്ങളെ ശബരിമല 18-ാം പടിക്ക് മുമ്പിൽ എത്തിച്ച് എല്ലാ അയ്യപ്പന്മാർക്കും, ഈ സംഘത്തിൽ വന്ന എല്ലാ അയ്യപ്പന്മാർക്കും 18 പടികളും തൊട്ട് തൊഴുത് മേലോട്ട് കയറി അയ്യപ്പനെ ദർശിക്കാനുള്ള, അയ്യപ്പൻ്റെ സന്നിധാനത്തിൻ്റെ മുമ്പിൽ നിന്ന് ഓരോരുത്തർക്കും ഭഗവാനെ ദർശിച്ചുകൊണ്ട് ഗിരിയിലേക്ക് പോകാനുള്ള ദർശനം. ഏതാണ്ടൊരു 20 കൊല്ലത്തിന് ശേഷം ആദ്യമാണ് ഇത്രയും നല്ല ഒരു ദർശനം ഞങ്ങൾക്ക് കിട്ടിയത്. ഇതിനോട് സഹകരിച്ചിട്ടുള്ള എല്ലാ പോലീസ് അയ്യപ്പന്മാരോടും ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. അതിൻ്റെ ചുമതല വഹിച്ചിരുന്ന ശ്രീ സാറിനോട് പ്രത്യേകം നന്ദി പറയാതിരിക്കാൻ നിർവാഹമില്ല. അടുത്ത ദിവസം ഞങ്ങളുടെ രാവിലെ നമ്മുടെ നെയ്യഭിഷേകം പറഞ്ഞ മാതിരി തന്നെ മുൻവരിയിൽ കൂടെ തന്നെ എല്ലാ നെയ്യഭിഷേകത്തിന് വന്ന എല്ലാ അയ്യപ്പന്മാരെയും തൊഴിച്ച് നെയ്യഭിഷേകം കണ്ടു തൊഴാനുള്ള അവസരമുണ്ടായി. വൈകുന്നേരം ഞങ്ങളുടെ മഹാനൈവേദ്യമായിരുന്നു. ശബരിമല ക്ഷേത്രത്തിലെ മഹാനൈവേദ്യം എന്ന് പറയുന്ന അമ്പലപ്പുഴക്കാരുടെ എള്ളു പായസമാണ്. അത് വളരെ ഭക്തിനിർഭരമായിട്ട് തന്നെ അവിടുത്തെ കീഴ്മാന്യമാരെല്ലാം എടപ്പള്ളിയിൽ ഇത് പാകം ചെയ്ത് ഭഗവാനെ നേദിച്ച് അത് നൽകിയിട്ടുണ്ട്. അത് ഏറ്റവും വലിയ ഒരു കാരുണ്യമായിട്ട് കരുതുന്നു. ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ ശബരിമലയിലെ ഏറ്റവും അവസാനത്തെ ചടങ്ങ് മണിമണ്ഡപത്തിൽ നിന്നും അയ്യപ്പനെ എഴുന്നള്ളിച്ച് 18-ാം പടിയിലേക്ക് എഴുന്നള്ളിക്കുക എന്നുള്ളതായിരുന്നു. അത് വളരെ ഭക്തിസാന്ദ്രമായിട്ടും വളരെ ജനബാഹുല്യത്തോടു കൂടിയും
നല്ല രീതിയിൽ നടത്തുവാൻ അയ്യപ്പൻ ഞങ്ങൾക്ക് കടാക്ഷം നൽകി 18-ാം പടിയിൽ മുൻവശമെത്തി 18-ാം പടി മുഴുവൻ കഴുകി വൃത്തിയാക്കി അതിൽ കർപ്പൂരാരതി നടത്തി എല്ലാവരും ഭക്തിസാന്ദ്രമായിട്ട് ദർശനം നടത്തി. ഞങ്ങൾ മാളിപ്പുറത്ത് വഴിപാടുകളുമെല്ലാം കഴിച്ച് ഞങ്ങൾ ഇന്ന് മടക്കയാത്രയാണ്. ഭക്തിയോടുകൂടി ഒത്തൊരുമയോടുകൂടിയും ഞങ്ങളുടെ ഈ യാത്ര ഭഗവാൻ ഈ വർഷം വളരെ കാരുണ്യത്തോടുകൂടി നടത്തി തന്നു എന്നുള്ളത് എത്ര സന്തോഷകരമാണ് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. എല്ലാവർക്കും ഇതിന് ഞങ്ങളോട് എല്ലാം സഹകരിച്ചിട്ടുള്ള എല്ലാ ആളുകളോടും ഞങ്ങൾ നന്ദി പറയുകയാണ്. ഭഗവാൻ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. അടുത്ത വർഷവും അങ്ങേ വന്നിച്ചോളാം എന്നുള്ള ആ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഞങ്ങൾ ശബരിമലയിൽ നിന്നും 18-ാം പടി ഇറങ്ങാൻ ഉള്ള ശ്രമത്തിൽ ബലിയിൽ നിന്ന് ഇറങ്ങുകയാണ്. സ്വാമിയേ ശരണമയ്യപ്പ. തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് സാക്ഷിയാകുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന രീതിയിലുള്ള ഒരു യാത്ര. അങ്ങനെ പൂർണ്ണമായുള്ള ഒരു സംതൃപ്തിയോടെ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നിമിഷങ്ങളിലും ഉണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങൾ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ ഒരു അനുഭവങ്ങൾ അല്ലെങ്കിൽ ആ അനുഗ്രഹങ്ങൾ തന്നെയല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ഒരു ജന്മസാഫല്യമാണ് ഇതൊക്കെ. ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ജന്മസാഫല്യം എന്ന് പറയുന്നത് വ്രതാനുഷ്ഠാനത്തോടുകൂടി ഇവിടെ എത്തുമ്പോൾ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഭഗവാൻ എത്തിച്ചു തരുന്നു. നമുക്കെല്ലാ സന്തോഷങ്ങളും നമുക്കിവിടെ പ്രദാനം ചെയ്യുന്നു. അമ്പലപ്പുഴയിൽ നിന്ന് വരുന്ന ഒരു ഭക്തജനത്തിന് പോലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഞങ്ങളെ തിരിച്ച് അമ്പലപ്പുഴയിൽ എത്തിക്കുന്നു ഭഗവാൻ എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ അമ്പലപ്പുഴയിൽ നിന്ന് വരുന്ന എല്ലാ ഭക്തജനങ്ങളും ശബരിമലയിൽ ആണ്ടുതോറും എത്താറുള്ളത്. ഇന്ന് വരെ അതിനൊരു മുടക്കവും കൂടാതെ മാതൃസ്ഥാനത്തിരുന്നുകൊണ്ട് അമ്പലപ്പുഴ ഭഗവാൻ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്നു, കാത്തു രക്ഷിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് എന്നും കൃതജ്ഞതയോടുകൂടി മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. ഭഗവാനോട് ഉള്ള പ്രാർത്ഥനയും മാത്രമാണ് ഞങ്ങളുടെ ശക്തി. ഭഗവാൻ എക്കാലത്തും ഞങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ വഴിയിറങ്ങുകയാണ്. സ്വാമി ശരണം. അതാണ് എന്തായാലും വൈകാരികമായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണവും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അത്ര ഗംഭീരമായി തന്നെ ഇത്തവണ പേട്ട തുള്ളലടക്കമുള്ള കാര്യങ്ങൾ നടന്നു. ഇതിനുശേഷം ശബരിമലയിലെ പരമ്പരാഗതമായ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കിയതിന് ശേഷമാണ് പേട്ട സംഘം മലയിറങ്ങുന്നത്.